നാളെ എന്നെ വിളിക്കണം, എന്നിട്ട് നീ കിടന്നാൽ മതി. എന്നെ കണ്ടിട്ട് എനിക്ക് ഉറക്കം വരികയല്ല. സത്യം നീ ഇങ്ങോട്ട് സ്നേഹിക്കണ്ട, ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചു. എനിക്കതല്ലേ ബുദ്ധിമുട്ട്. എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാലോ. നിന്റെ വാട്സപ്പ് നോക്കൂ, എന്നെ ഇഷ്ടമാണ്. അതെന്നെ ഒത്തിരി ഇഷ്ടമാണ്. എന്താ ഒന്നേ പറയുന്നത്? എന്നിട്ടാണ് ഫോൺ വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റിയെങ്കിൽ പറയടി, ഞാൻ വരുന്നുണ്ട് പറഞ്ഞേ. അങ്ങനെ പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറായ ഫിലിപ്പ് അമ്പാടുമായി ബന്ധപ്പെട്ട് ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇയാൾ നമ്മൾ വിചാരിച്ച പോലെയല്ല മക്കളെ, വിചാരിച്ച പോലെയല്ല. മോട്ടിവേഷൻ ക്ലാസ്സിന്റെ മറവിൽ ഇയാൾ കാണിച്ചു കൂട്ടുന്ന ആഭാസതരങ്ങൾക്ക് കയ്യും കണക്കുമില്ല. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ആരാണ് ഈ പറയുന്ന ഫിലിപ്പ് അമ്പാട്? ഇപ്പൊ പുള്ളിക്കാരനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ ആള് പോലീസ് റിമാൻഡിലാണ്. എന്താണ് സംഭവം? മാനസിക വെല്ലുവിളി നേരിട്ട് തന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ നോക്കി. ഇതാണ് ഇയാൾക്കെതിരെ ഇപ്പൊ നിലവിലുള്ള കേസ് എന്ന് പറയുന്നത് അല്ലെ. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും റീസെന്റ് ഇപ്പൊ ഈ കേസിൽ ഇയാൾ കുറ്റസമ്മതം നടത്തി എന്നുള്ള രീതിയിലുള്ള ന്യൂസുകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ 2-3 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞു വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. പുറമേ നമ്മൾ കാണുന്ന പോലെയല്ല അകമേ ഒരാളും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. സോഷ്യൽ മീഡിയയിൽ ഒരാൾ നന്മമരം കളിക്കുന്നത് കണ്ടിട്ട് അയാൾ നല്ല മനുഷ്യരാണെന്ന് വിശ്വസിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഇപ്പൊ നിലവിലെ ഫിലിപ്പ് അമ്പാട് കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ഒരു സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഈ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് ഈ ഫിലിപ്പ് അമ്പാട് പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി തന്റെ ഏറ്റവും അടുത്ത വ്യക്തിയോട് പങ്കുവെച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സ്ക്രീൻഷോട്ടാണ്. ആ പെൺകുട്ടിയുടെ അടുത്ത വ്യക്തി തന്നെയാണ് സായിക്ക് ഈ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ടുള്ളത്. ആ സ്ക്രീൻഷോട്ടിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള A to Z കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ ആ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം, എന്നിട്ട് അതിന്റെ മലയാളം ഞാൻ പറയാം. അപ്പൊ നമുക്ക് നോക്കാം. ആ സ്ക്രീൻഷോട്ട് ഇങ്ങനെയാണ്. അവൾ ദുബായിൽ പഠിക്കുകയായിരുന്നു. എന്നാൽ ചില സംഭവങ്ങൾ കാരണം അവൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവൾ എന്താക്കി, നേരെ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. അവളുടെ മാതാപിതാക്കളോട് ഈ കാര്യം അങ്ങ് പറഞ്ഞു. അങ്ങനെ അവളുടെ മാതാപിതാക്കൾക്ക് അവൾക്കൊരു കൗൺസിലിംഗ് ആവശ്യമാണെന്ന് തോന്നി. അങ്ങനെയാണ് അവർ ഫിലിപ്പ് അമ്പാടിന്റെ അടുത്തേക്ക് എത്തുന്നത്. അങ്ങനെ അവർ ഫിലിപ്പ് അമ്പാടിന്റെ അടുത്തെത്തി കൗൺസിലിംഗ് ഒക്കെ ചെയ്തു. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫിലിപ്പ് അമ്പാടിനെ ഭയങ്കര വിശ്വാസമായിരുന്നു. അങ്ങനെ ഫിലിപ്പ് അമ്പാട് അവളുടെ മാതാപിതാക്കളോട് ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. എന്താണത്? അവളെ തന്റെ വീട്ടിലാക്കണമെന്നും അവളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ നോക്കിക്കൊള്ളാമെന്നും തന്റെ പരിചരണത്തിൽ അവൾക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകാൻ സാധിക്കുമെന്നും ഈ പറയുന്ന ഫിലിപ്പ് അമ്പാട് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ അറിയിച്ചു. അങ്ങനെ അയാളിലുള്ള വിശ്വാസവും അയാളുടെ സംസാരത്തിലുള്ള വാചാലതയും വിശ്വസിച്ച് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെന്താക്കി, ഈ പെൺകുട്ടിയെ അയാളുടെ അടുത്ത് കൊണ്ട് ചെന്നാക്കി. അങ്ങനെ വീട്ടിലെത്തിയ ആദ്യ ദിവസം അയാൾ എന്താക്കി, ആ പെൺകുട്ടിയെ തന്റെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഈ ഫിലിപ്പ് അമ്പാടിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വീട്ടിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം, അദ്ദേഹത്തിന്റെ അമ്മ, ജോലി ചെയ്യുന്ന സ്ത്രീ, ഈ 3 ആളുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അയാൾ എന്താക്കി, അവൾക്ക് സ്വന്തമായിട്ടൊരു മുറിയൊക്കെ ഒരുക്കി കൊടുത്തു. തുടക്കത്തിലൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറി അവളെ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടിക്കാതെ അയാൾ അവളെ കൊണ്ട് നടന്നു. അങ്ങനെ അവൾക്ക് മെല്ലെ മെല്ലെ ആളുകൾ നല്ലൊരു വിശ്വാസം ഉടലെടുക്കാൻ തുടങ്ങി. അങ്ങനെ പതിയെ പതിയെ അയാൾ എന്താക്കി, ഇവളെ പല മോട്ടിവേഷൻ ക്ലാസ്സുകളിലും കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അവളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വീട്ടിൽ അടിച്ചുകൂടി ഇരിക്കുന്നതിലും നല്ലത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ആശ്വാസം കിട്ടല്ലോ എന്നുള്ള രീതിയിൽ അവളും അയാളുടെ കൂടെ പോകാൻ തുടങ്ങി. അങ്ങനെ പോകുന്നിടത്തെല്ലാം തന്റെ മകളാണെന്നുള്ള രീതിയിൽ അയാൾ എല്ലാവരെയും അവളെ പരിചയപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 3 ഇയാൾ ഇവളോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. എന്താണത്? ഞാനിപ്പോൾ കാസർഗോഡ് വരെ പോവുകയാണ്, 2 ദിവസത്തെ യാത്രയാണത്, പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം കൂടെ വരിക. അവൾ അതിനെ സമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് അവര് കാസർഗോഡ് കാഞ്ഞങ്ങാടിലേക്ക് യാത്ര പോയി. അങ്ങനെ അവിടുത്തെ പ്രസംഗം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇയാൾ എന്താക്കി, അടുത്ത ദിവസം മറ്റൊരു പരിപാടി കാസർഗോഡ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ താമസിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി. അതിനുവേണ്ടി അവളോട് സമ്മതവും ചോദിച്ചു. നമുക്ക് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് നാളെ മറ്റൊരു പരിപാടി കൂടിയിട്ട് പോകാമെന്നുള്ള രീതിയിൽ അവൾ അതിന് സമ്മതം മൂളുകയും ചെയ്തു. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ അയാൾ എന്താക്കി, ഒരു കാര്യം കൂടി അവളോട് പറഞ്ഞു. ഒരു കാരണവശാലും നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്ത വിവരം മാതാപിതാക്കളോട് പറയരുത് എന്നുള്ള രീതി. അങ്ങനെ ഇവരെന്താക്കി, തുടർന്ന് ഇവർ താമസിക്കാൻ ഏർപ്പാട് ചെയ്ത ഹോട്ടലിലെത്തി. ആരും സംശയിക്കാതിരിക്കാൻ വേണ്ടി തന്റെ കൂടെ ഉള്ളത് തന്റെ മകളാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇയാൾ എന്താക്കി, റിസപ്ഷനിൽ ഇയാളുടെ പോലീസ് ID കാർഡ് കാണിച്ചു. ഇയാൾ പണ്ട് പോലീസ് ഓഫീസർ ആയിരുന്നല്ലോ, അതിന്റെ ID കാർഡ് ഇയാളുടെ അടുത്തുണ്ടായിരുന്നു. ആ ID കാർഡ് കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ റിസപ്ഷനിലുള്ള ആൾ അധികം ഒന്നും ചോദിക്കത്തില്ല അല്ലെ. കൂടെ ഉള്ളത് തന്റെ മകളാണെന്ന് റിസപ്ഷനിൽ പറയുകയും ചെയ്തു. അങ്ങനെ ഈ പെൺകുട്ടിയും ഇയാളും ഒരുമിച്ച് ഒരു റൂമിൽ തങ്ങാൻ തുടങ്ങി. അവിടെ വെച്ച് ഇയാളുടെ പല രതിവൈകൃതങ്ങളും ഇവളുടെ മേലിൽ പ്രയോഗിച്ചെന്നാണ് പറയപ്പെടുന്നത്. അതായത് ലൈംഗികമായി ഉപയോഗിച്ചു എന്നർത്ഥം. എന്നിരുന്നാലും ഇയാൾ ഇവളെ ലൈംഗികപരമായി ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കാണുന്ന റെസ്പെക്ട് എന്നോട് നാളെയും ഉണ്ടാകണം എന്നുള്ളത്. ഈ ഡയലോഗ് അടിച്ചിട്ടാണ് ഇയാളുടെ എല്ലാ പരിപാടികളും എടുത്തത്. എന്തായാലും ഇയാളുടെ എല്ലാ പരിപാടിക്കും വേണ്ടി ഇവൾ ഉപയോഗിച്ചതിന് ശേഷം ഇയാൾ എന്ത് ചെയ്തെന്ന് അറിയും, ഇവളങ്ങ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഒരു കാരണവശാലും ഇത് ആരോടും പറയരുത്, പ്രത്യേകിച്ച് മാതാപിതാക്കളോട്.
അവർക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാണെങ്കിൽ കൗൺസിലിംഗിന്റെ സമയത്ത് എന്നോട് നീ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ പൊതുസമൂഹത്തോട് വിളിച്ചു പറയും, അത് നിനക്ക് നാണക്കേടായിരിക്കും എന്നുള്ള രീതിയിൽ അവളെ ഇയാൾ അങ്ങ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അവളെ സംബന്ധിച്ചിടത്തോളം അവൾ ആദ്യം തന്നെ സുഹൃത്തിനോട് പറയാൻ ആലോചിച്ചുവെങ്കിലും ഇയാളുടെ ഭീഷണി കാരണം അത് വേണ്ടെന്ന് വെച്ചു. എന്തായാലും അതിനുശേഷം ഇയാൾ എന്താക്കി, ഇവളെ വീണ്ടും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് വീണ്ടും പല തവണകളായി ഇയാൾ അവളെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇരക്കിടെ എല്ലാവരും ഉറങ്ങുന്നതിന് ശേഷം എന്റെ റൂമിലേക്ക് വരാമോ എന്നുള്ള രീതിയിൽ ഇയാൾ അവളെ ക്ഷണിച്ചു പോലും. അങ്ങനെ പല തവണകളായി റൂമിലേക്ക് വിളിച്ചു വരുത്തി പല പരിപാടികളും ഇയാൾ കാണിക്കാൻ തുടങ്ങി. ഇതെല്ലാം ചെയ്തതിനു ശേഷം ഇയാൾ വീണ്ടും ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എന്തെങ്കിലും കാരണവശാലത്തൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എല്ലാ രഹസ്യങ്ങളും പുറത്ത് പറയുന്നുള്ള രീതിയിൽ. അതിനിടയിൽ ഇയാൾ എന്താക്കിയെന്നറിയോ, നൈസായിട്ട് ഇവളുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ഒരാളെ സ്വാധീനിക്കാനും നോക്കി. ഇതായിരുന്നു ഇയാളുടെ വീട്ടിൽ ഇവള് നിന്ന സമയത്ത് ഉണ്ടായ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ചു കാലത്തെ കൗൺസിലിംഗിന് ശേഷം ഇയാൾ എന്താക്കി, ഇവള് വീട്ടിൽ കൊണ്ടു ചെന്നാക്കി. അങ്ങനെ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഇവളെന്താക്കി, അവൾ കുടുംബാംഗങ്ങളിൽപ്പെട്ട രണ്ടാൾക്കാരോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ പറഞ്ഞ ആളുകൾ അതൊന്നും വലിയ കാര്യമാക്കിയില്ല. ഇവള് വെറുതെ പറയുകയാണ്, അയാളോടുള്ള ദേഷ്യത്തിന് പുറത്ത് പറയുകയാണെന്ന് അവർ കരുതി. കാരണം ഇവർക്ക് അത്രയും വിശ്വാസമായിരുന്നു ഈ ഫിലിപ്പ് പമ്പാടിനെ. എന്നിരുന്നാലും ഈ ഫിലിപ്പ് പമ്പാടിനെ സംബന്ധിച്ചിടത്തോളം അവൾ വീട്ടിൽ കൊണ്ടു ചെന്നാക്കിയെങ്കിൽ കൂടിയും അയാൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു, ഇവൾ ഇത് ആരോടെങ്കിലും പറയുമോ എന്നുള്ളത്. അങ്ങനെ ഇയാൾ എന്താക്കി, രണ്ടാമത്തെ തവണ ഇവളുടെ വീട്ടിലേക്ക് ചെന്നു. അങ്ങനെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇവൾ ഈ കാര്യം ആരോടൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. വൈകാതെ തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഫിലിപ്പിന് തോന്നാൻ തുടങ്ങി. അങ്ങനെ ഇയാൾ എന്താക്കി, സ്വന്തം അമ്മയും കൂട്ടിക്കൊണ്ടുവന്ന് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോട് മാപ്പ് പറയാൻ തുടങ്ങി. പ്രത്യേകിച്ച് അവളുടെ മാതാപിതാക്കളോട്, ഞാൻ നിങ്ങളുടെ മകളോട് ഇന്ന രീതിയിലുള്ള തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ ഇയാൾ മാപ്പ് പറയുന്നത് വരെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ സംഭവങ്ങളൊന്നും വിശ്വസിച്ചിട്ടില്ലായിരുന്നു. ഇയാൾ മാപ്പ് പറഞ്ഞതോടെയാണ് ഈ വീട്ടുകാരെ വിശ്വസിച്ചത്. കാരണം അത്രയും വിശ്വാസമായിരുന്നു ഫിലിപ്പ് പമ്പാടിനെ. എന്തായാലും മാപ്പ് പറഞ്ഞതിന് ശേഷം പിന്നെ അയാൾ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ നിരന്തരമായി പിന്തുടരാൻ തുടങ്ങി. ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ ജോലി സ്ഥലങ്ങളിലും മറ്റുമൊക്കെയായി ആൾ ചെന്ന് കാണാൻ തുടങ്ങി. എന്നാൽ അവിടെ ചെന്നിട്ട് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയാം, നേരെ ആത്മഹത്യ ഭീഷണി മുഴക്കാൻ തുടങ്ങും. ഇതിനെക്കുറിച്ച് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഞാൻ ഇപ്പൊ ആത്മഹത്യ ചെയ്യും എന്നുള്ള രീതി. അതോടെ അവളുടെ മാതാപിതാക്കൾക്കും പേടിയായി. പിന്നെ അവളുടെ കുടുംബത്തിൽ ഇതിനെക്കുറിച്ച് വലിയ സംസാരങ്ങളൊന്നും ഇല്ലാതെയായി. അവൾ ഈ വിഷയം പുറത്ത് മറ്റാരോടും പറയാതിരിക്കാൻ വേണ്ടി കുറച്ചു കാലം അവളെ റൂമിൽ പൂട്ടിയിടുകയും ചെയ്തു. അത് കാരണം അവൾക്ക് കൂടുതൽ ട്രോമ അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവളുടെ സ്കൂളിൽ ഈ പറയുന്ന ചൈൽഡ് ലൈൻകാരുടെ കൗൺസിലിംഗ് വരുന്നതും അതിൽ വെച്ച് ഇവൾ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അങ്ങനെയാണ് ഈ സംഭവം കേസായി മാറുന്നതും. ഇതാണ് ഈ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇവൻ ഈ പെൺകുട്ടിക്കെതിരെ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിനാണ് ഇപ്പൊ നിലവിൽ ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്ക് എന്താണ് പേരിട്ട് വിളിക്കേണ്ടത് അല്ലെ? ഇയാൾക്കാണല്ലോ പരനാരെന്ന് വിളിച്ചു കഴിഞ്ഞാണെങ്കിൽ കുറഞ്ഞു പോകും. അമ്മാതിരി ചെറ്റത്തരല്ലേ ഈ പെണ്ണിനോട് കാണിച്ചത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, മാനസിക വെല്ലുവിളി നേരിട്ട് തന്റെ അടുത്ത് കൗൺസിലിംഗിന് വന്ന ഒരാളോട് ഇങ്ങനെയൊക്കെ പെരുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എവിടെ എത്തി നിൽക്കുന്ന ഇയാളുടെ റേഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ ഇയാൾ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും പുറത്ത് നല്ല നന്മമരമാണ് കേട്ടോ. എല്ലാവരുടെ മുന്നിൽ ഇയാൾ ഇങ്ങനെ നന്മ നിറഞ്ഞൊരു മനുഷ്യനാണ്. പക്ഷെ അകത്ത് ഇയാൾ ഒരു വെറും മൃഗമാണെന്നുള്ളത് ഇയാൾ അറിയുന്നവർക്കെല്ലാം അറിയും. ഇയാൾ ഈ പെൺകുട്ടിയെ മാത്രമല്ലേ കേട്ടോ, പലരെയും ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതേപോലെ കുടുംബത്തിൽ കയറി കളിച്ചിട്ടാണ് ഇയാൾ ഒന്നിലധികം സ്ത്രീകൾ എങ്ങനെ ഉപയോഗിച്ചത്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ഈ മോട്ടിവേഷൻ സ്പീച്ച് എന്നൊക്കെ പറയുന്നത് ഇയാളുടെ ഒരു മറയാണ്, ഇയാളുടെ ഒരു ടൂളാണ്. ഈ ടൂള് വെച്ചിട്ടാണ് ഇയാൾ പല കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറുന്നതും അവിടുത്തെ സ്ത്രീകളെ ഉപയോഗിക്കുന്നതും. ഇയാളെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, ഇയാൾ ഒരു മുൻ പോലീസ് ഓഫീസറാണ്, ഒരു മുൻ SI ആണ്. ആ ജോലി രാജിവെച്ചിട്ടാണ് ഇയാളുടെ മോട്ടിവേഷൻ പണിക്ക് ഇറങ്ങിയത്. കുറെ കാലം SI ആയി ജോലി ചെയ്തത് കൊണ്ട് തന്നെ ഇയാളുടെ ഉള്ളിൽ ഒരു പോലീസ് ക്രിമിനൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അവസരം കിട്ടുമ്പോഴെല്ലാം ആ പോലീസ് ക്രിമിനലിനെ ഇയാൾ പുറത്തെടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇയാൾ മെയിനായിട്ട് ഇരയായിട്ട് ടാർഗറ്റ് ചെയ്തിരുന്നത് മുസ്ലിം സ്ത്രീകളെയാണ്. കാരണം ഇയാൾ SI ആയി പ്രവർത്തിച്ചത് മലപ്പുറം പെരിന്തൽമണ്ണ സ്റ്റേഷനിലാണ്. അതൊരു മുസ്ലിം മെജോറിറ്റി ഏരിയ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് അറിയാം എങ്ങനെയാണ് മുസ്ലിങ്ങളെ കയ്യിലെടുക്കണം എന്നുള്ളത്. അതിനുവേണ്ടി ഇയാൾ ആദ്യം ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ എല്ലാ വേദികളിലും ചെന്ന് ഇയാൾ പറയാൻ തുടങ്ങി, ഞാൻ ഖുർആൻ മുഴുവനും വായിച്ചൊരു വ്യക്തിയാണ്, ഞാൻ ഖുർആന്റെ മുഴുവൻ ആയത്തുകളും മുഴുവൻ സൂക്തങ്ങളും വായിച്ചു നോക്കിയ വ്യക്തിയാണ്, അതെന്റെ ലൈഫിൽ ഒരുപാട് സ്വാധീനിച്ചു, അതിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്നൊക്കെ ഇയാൾ എല്ലാ വേദികളിലും വന്ന് പറയാൻ തുടങ്ങി. അത് വെച്ച് ഇയാൾ മുസ്ലിങ്ങളെ കയ്യിലെടുക്കാൻ തുടങ്ങി. ഇയാൾ അങ്ങനെ പറഞ്ഞൊരു ഭാഗം ഞങ്ങൾ കേൾപ്പിച്ചു തരാം. ഒരുപക്ഷെ ജീവിതം ഇങ്ങനെ ആയിത്തീരട്ടെ എന്ന് മുൻപ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇന്ന് വായനയിലൂടെ വന്ന ചില അറിവുകളാണ് അതിനെന്നെ ഏറ്റവും കൂടുതൽ എന്നെ പ്രാപ്തനാക്കിയത്. ഒരുപക്ഷെ ഏറ്റവും വലിയ ഗ്രന്ഥം എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആന്റെ ഈ 6666 114 സൂറത്തിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതിലൂടെ എല്ലാം പലപ്പോഴും എന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ശരീരത്തിന് മുഴുവന് ഊർജ്ജം സംഭരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം സ്വാംശീകരിച്ച വായനയുടെ ചില നിമിഷം. ഒലക്കാണ് സ്വാംശീകരിച്ച വായന, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട. ഇയാൾ ഒരു സ്വാംശീകരിച്ച വായനയും നടത്തിയിട്ടില്ല. ഇയാൾക്ക് ഖുറാനെ കുറിച്ച് ഒരു തേങ്ങാക്കറിയും അറിയത്തില്ല. ഇയാൾക്ക് ഖുറാനുമായി ബന്ധപ്പെട്ട് അറിയാവുന്നത് ആകെ 2-3 ആയത്തുകൾ മാത്രമാണ്. ഇയാൾ ആ ആയത്ത് വെച്ച് പല വേദികളിലും ചെന്ന് ഇങ്ങനെ പ്രസംഗിക്കും. എന്നിട്ട് അത് വെച്ച് ഇയാൾ ഞാൻ ഖുറാൻ മുഴുവൻ വായിച്ചു നോക്കിയ വ്യക്തിയാണെന്ന് അങ്ങ് കാച്ചുകയും ചെയ്യും. ഇത് കേൾക്കുന്ന ഏതൊരാളും ഇയാളുടെ വാക്കുകൾ അങ്ങ് വിശ്വസിച്ച് പോകുമെന്നുള്ളതാണ്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ. ഇയാൾ ഇതും പറഞ്ഞാണ് മുസ്ലിങ്ങളെ കയ്യിലെടുത്തിരുന്നത്. പല വേദികളും ചെന്നുള്ള ഇയാളുടെ ഈ പ്രസംഗം കാരണം മുസ്ലിങ്ങൾ ഇയാളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് പല മുസ്ലിം വേദികളിലും ഇയാൾ ചെന്ന് പ്രസംഗിക്കുന്നതാണ്. ഒന്നും വേണ്ട, ഈ അടുത്ത കാലത്ത് ഇയാൾ മർക്കസിന്റെ ഒരു വേദിയിൽ വെച്ചൊരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാനതൊന്ന് കാണിച്ചു തരാം.
കണ്ടല്ലോ. മർക്കസിന്റെ വേദിയിലൊക്കെ ഇയാൾക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടാന്ന് പറഞ്ഞാണെങ്കിൽ എവിടെ എത്തി ഇയാളെ റേഞ്ച് അല്ലെ? ഈ ലെവലിലേക്ക് ഇയാൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇയാൾ ചില്ലറ സ്വാധീനമല്ല മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്തത്. ഒരു മുസ്ലിമായി ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അമുസ്ലിം ആയിട്ടുള്ള വ്യക്തി ഇസ്ലാം മതത്തെക്കുറിച്ചും ഖുറാനെ കുറിച്ചും ആചാരനാകുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ സംസാരിക്കുന്ന ആളുകളൊക്കെ മുസ്ലിങ്ങളെ ഭയങ്കര സംഭവമായിട്ട് കാണാൻ തുടങ്ങും. അത് പണ്ട് തൊട്ടേ മുസ്ലിങ്ങൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. മറ്റുള്ള മതസ്ഥർ മുസ്ലിങ്ങളെ കുറിച്ചും ഖുറാനെ കുറിച്ചും പൊക്കി പറയുന്നത് ഈ മുസ്ലിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുസ്ലിങ്ങളുടെ ആ വീക്ക് പോയിന്റ് തന്നെയാണ് ഇയാൾ കയറി പിടിച്ചത്. അങ്ങനെയാണ് ഇയാൾ മുസ്ലിങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കുന്നതും പല മുസ്ലിം കുടുംബത്തിലേക്ക് ഇയാൾ നൊഴിഞ്ഞു കയറി ചെല്ലുന്നതും അവിടെയുള്ള പല സ്ത്രീകളെയും ഇയാൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇയാൾ മോട്ടിവേഷൻ സ്പീച്ചിന്റെ മറുവിൽ കാണിച്ചു കൂട്ടിയ ചെറ്റത്തരങ്ങൾക്ക് കയ്യും കണക്കുമില്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും ഇയാളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വോയിസ് റെക്കോർഡ് ഇന്നലെ സായ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഒരാൾ ഇയാളെ കുറിച്ച് പറയുന്ന ഒരു അഭിപ്രായമാണ്. നിങ്ങളൊന്ന് കേട്ടു നോക്കി. നിങ്ങളുടെ കണ്ടു വീഡിയോ. മേൽപ്പറഞ്ഞ ആളെ കുറിച്ചുള്ള സത്യസന്ധമായ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്. അയാള് സെക്ഷുവലി അബ്യൂസ് ചെയ്ത 2-3 കഥകൾ എനിക്കറിയാം. കാരണം എനിക്ക് അദ്ദേഹത്തെ കുറെ മുമ്പേ അറിയാം. അതുകൊണ്ടാണ്. ഒന്ന്, അദ്ദേഹം 2010 ഒരു ഹോമോസെക്ഷൽ ഇടപാട് നടത്തിയിട്ടുണ്ട്. ആ കഥ മഞ്ചേരി ഭാഗത്തുള്ള ചില ഉദ്യോഗസ്ഥർക്ക് അറിയാം. 2010-11 കാലത്തിലാണത്. അതിനുശേഷം പിന്നീട് അറിയുന്ന കഥ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം ഭർത്തൃമതിയായ ഒരു സ്ത്രീയെ ഇയാള് വിവാഹ വാഗ്ദാനം നൽകി 2 മക്കളുണ്ട്, നിരന്തരം പീഡിപ്പിച്ചു. അവർ നല്ല റെപ്യൂട്ടേഷനിൽ നിൽക്കുന്ന, നല്ല പോസ്റ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവസാനം ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ തള്ളിപ്പിരിഞ്ഞ് 10 ലക്ഷത്തിൽ പല രൂപയാണ് ഈ പെരുന്നാൾ ഇയാൾ തട്ടിയെടുത്ത്. അതിൽ 6 ലക്ഷം രൂപ കൊടുത്തു. ഇനി 4 ലക്ഷം രൂപ കൊടുക്കാൻ അങ്ങനത്തെ ഒരുപാട് വിവരങ്ങളുണ്ട്. അവസാനം ബന്ധുക്കളൊക്കെ മദ്യം പറഞ്ഞ് ഭാര്യ ഇവരറിഞ്ഞ് ഭാര്യ പണിഞ്ഞുപോയി. ഭാര്യ വിനോദത്തിന്റെ പേരിൽ ഡിവോഴ്സ് വരെ ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കുൽസിത പ്രവൃത്തികൾ ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ എന്താ പറയാ, സോഷ്യൽ മീഡിയയിലെ ഈ സദാചാരവാദികളൊക്കെ ഉണ്ടല്ലോ, ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകള്, ഇവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഇയാളെ കുറിച്ചുള്ള കഥകള് എത്രയോ പേരെ ഇയാള് ഈ രീതിയിൽ അബ്യൂസ് ചെയ്തത് ഈ സ്ത്രീ പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ എന്താ പറയാ, കാലത്തിന്റെ കാവേരിയിലൊക്കെ പറയില്ലേ, കർമ്മ, അതാണ് സംഭവിച്ചത്. ഈ വരും കാലങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നതല്ല. ഇയാൾ ചെയ്തത് ഒരുപാടുണ്ട്. ഇത്തരം പൊയ്മുഖങ്ങളൊക്കെ അഴിഞ്ഞു വീഴും. അതിപ്പോ ആളുകൾക്ക് അതൊന്നും വിശ്വസിക്കൂല. കാരണം ആളുകളുടെ മനസ്സിൽ ഇയാൾ വലിയൊരു മനക്കോട്ട കെട്ടിയിട്ടുണ്ട്, വലിയൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതിങ്ങനെ അഴിഞ്ഞു വീഴുമ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാവുക ദൈവമേ ഇയാൾക്ക് ഭീകരമായിരുന്നു. ഇയാൾ ശരിക്കും സെക്ഷൽ മാനിയാക്കാം. കേട്ടല്ലോ, ഇതാണ് ഇയാളെ അറിയുന്ന ആളുകൾക്ക് ഇയാളെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. വലിയ നല്ല അഭിപ്രായമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോട്ടിവേഷനെ മാറില്ല, കുടുംബത്തിൽ കയറി കളിക്കലാണ് ഇയാളുടെ മെയിൻ പരിപാടി. എത്ര സ്ത്രീകളാണ് ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇയാൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല, ഇയാൾ പാവാണെന്ന് പറഞ്ഞവരൊക്കെ ഇതൊക്കെ കേൾക്കുന്നുണ്ടാവോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയിലുള്ള ഒരാളുടെ നന്മമരം കളി കണ്ട് അയാളെ കണ്ണടിച്ചൊന്ന് വിശ്വസിക്കുന്ന പരിപാടി ഇനിയെങ്കിലും എല്ലാവരും നിർത്തണം. ഇനി ഇയാളെ കുറിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇയാൾ എല്ലാ വേദികളിലും പ്രസംഗിക്കുന്ന സമയത്ത് അമ്മയെ കുറിച്ച് വാചാരനാകാറുണ്ട് അല്ലെ. അമ്മ അങ്ങനെയാണ്, അമ്മ എങ്ങനെയാണ്, നമ്മൾ അമ്മയെ സ്നേഹിക്കണം, അമ്മയെ കൈപിടിച്ച് നിർത്തണം എന്നൊക്കെയുള്ള രീതിയിൽ ഇയാൾ ഇങ്ങനെ വാചാരനാകാറുണ്ട്. ഇയാൾ കിട്ടുന്ന വേദികളിലെല്ലാം അമ്മയെ കുറിച്ച് പ്രസംഗിക്കാറുണ്ട് അല്ലെ. എന്നിരുന്നാലും സ്വന്തം അമ്മയെ കുറിച്ച് ഇയാൾ പ്രസംഗിക്കുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനവും സഹനം അനുഭവിച്ച അമ്മയുടെ മകനാണ് ഞാൻ. 29 കിലോ മാത്രം തൂക്കമുള്ള, ഒരു കാതിൽ മാത്രം കമ്മല് ധരിക്കുന്ന, റോഡ് ഗോൾഡിന്റെ മാല മാത്രം ധരിക്കുന്ന, ഒരിക്കൽ പോലും കൈകൾ ഉയർത്താത്ത മേരിക്കുട്ടി എന്ന് പറയുന്ന ഒരമ്മയുടെ മകനാണ് ഞാൻ. മദ്യപാനത്തിന്റെ ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. പക്ഷെ ഇന്ന് എല്ലാ സന്തോഷമുണ്ട്. ജീവിതത്തില് മാതാപിതാക്കളെ ഇങ്ങനെ ചേർത്തിങ്ങനെ പിടിക്കുക. ഒരുപക്ഷെ നിങ്ങൾ കണ്ണ് തുറക്കുമ്പോഴേക്കും അവർ നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. കേട്ടല്ലോ, സ്വന്തം അമ്മയെ കുറിച്ച് ഇയാൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇയാൾ അമ്മയെ തിരിഞ്ഞു നോക്കാറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇയാളെ അമ്മയെ കുറിച്ചുള്ള മോട്ടിവേഷനും കുന്ത്രണ്ണങ്ങളും എല്ലാം ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള ഒരു ടൂള് മാത്രമാണ്. അതാണ് പറഞ്ഞത്. ഇയാൾ മോട്ടിവേഷൻ സ്പീച്ചിൽ പറയുന്നതൊന്ന്, പക്ഷേ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നത് മറ്റൊന്ന്. എന്തായാലും കഴിഞ്ഞില്ല. ഇനി ഇയാളുടെ ചില കുൽസിത വോയിസ് റെക്കോർഡുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതൊരു പെണ്ണിനോട് ഒൽപ്പിക്കുന്ന വോയിസ് റെക്കോർഡാണ്. അതും കൂടി ഒന്ന് കേട്ടോക്കാം. എന്നെ വിളിക്കണം, എന്നിട്ട് കിടന്നാൽ മതി. എന്നെ കണ്ടിട്ട് എനിക്ക് ഉറക്കം വരികയല്ല. സത്യം, നീ ഇങ്ങോട്ട് സ്നേഹിക്കണ്ട, ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചു. എനിക്കതല്ലേ ബുദ്ധിമുട്ട്. എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാലോ. നിന്റെ വാട്സപ്പ് നോക്കൂ, നിന്നെ ഇഷ്ടമാണ്. അതെ, ഒത്തിരി ഇഷ്ടമാണ്. എന്താ പറയുന്നത്? എന്നിട്ടാണ് ഫോൺ വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റിയെങ്കിൽ പറയടി, ഞാൻ വരുന്നുണ്ട്. പറഞ്ഞാൽ എന്തായാലും വരും. എന്റെ കുട്ടിയുടെ അടുത്ത്, കുഞ്ഞിന്റെ അടുത്ത്. എന്റെ കുഞ്ഞിനെ കാണാതെ ഓക്കെ. എല്ലാ കഷ്ടപ്പാടും നമ്മുടെ മാറ്റം. എന്റെ ജീവിതം കാലത്തിന്റെ നോക്കുന്നുണ്ട്. ഒരുപാട് ഇഷ്ടമാണ്.
താങ്ക് യു. എന്താണ് ഒലിപ്പിക്കലേ? ഒലിപ്പിച്ച് ഇയാൾ എങ്ങോട്ടായി പോകുന്നത്? ഇങ്ങനെ ഒലിപ്പിച്ചിട്ടാണ് ഇയാളെ പല പെണ്ണുങ്ങളും കയ്യിലെടുക്കുന്നത്. എന്നിട്ട് അവരെ ഉപയോഗിച്ച ശേഷം അങ്ങ് ഒഴിവാക്കും. എന്തായാലും കൊള്ളാം. അങ്ങനെ ഒരു നന്മ മരത്തിന്റെയും കൂടി മുഖം മൂടി അഴിഞ്ഞു വീടുന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി മേലാൽ ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ആൾ ഒരുത്താൻ നിൽക്കരുത്. എന്ത് പറയാനാണ് ഇതിനൊക്കെ? ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഇനിയും ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. കാരണം ബുദ്ധി ബോധമില്ലാത്തവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.